ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അറബി ഭാഷ ഗ്രാമറുമായി ബന്ധപ്പെട്ട ലമീറുകളെക്കുറിച്ചുള്ള ലഘു വിശദീകരണമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലമീർ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഒരാളുടെ പേരിനു പകരമോ ഒരു വസ്തുവിന്റെ പേരിനു പകരമോ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് ലമീർ അഥവാ സർവനാമം എന്നു പറയുന്നത്. ലമീറുകൾ 3 തരമുണ്ട്. 1 ലമീർ മുൻഫസിൽ, 2 ലമീർ മുത്തസിൽ, 3 ലമീർ മുസ്തത്തിർ. എന്താണ് ലമീർ മുൻഫസിൽ? ആ പദങ്ങളെ സ്വതന്ത്രമായി നിലകൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി ഹൂവ പബീബ് എന്ന സെന്റൻസിലെ ഹൂവ അവൻ എന്ന പദം ലമീറാണ്. ലമീർ മുൻഫസിലാണ്. ഇതിന് 14 രൂപങ്ങളുണ്ട്. അതിന്റെ ചാർട്ട് ഇവിടെ കൊടുക്കാം. ഹുവ അവൻ, ഹുമ അവർ രണ്ടുപേർ, ഹും അവർ, ഹിയ അവൾ, ഹുമ അവർ രണ്ടുപേർ, ഹുന്ന അവർ, അന്ത നീ, അന്തുമ നിങ്ങൾ രണ്ടുപേർ, അന്തും നിങ്ങൾ, അന്തി നീ, അന്തുമ നിങ്ങൾ രണ്ടുപേർ, അന്തുന്ന നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. എന്നാൽ ലമീർ മുത്തസിൽ മറ്റൊരു പദവുമായി ചേർന്നുകൊണ്ടായിരിക്കും വരുന്നത്. ഉദാഹരണമായി ഹാസിബ എന്ന പദത്തിലെ ഹേ അവന്റെ എന്നത് ലമീറാണ്. ലമീർ മുത്തസിലാണ്. ഇതിനും 14 രൂപങ്ങളുണ്ട്. ചാർട്ട് ഇവിടെ കൊടുക്കാം. ഹു അവന്റെ, ഹുമ അവർ രണ്ടുപേരുടെ, ഹും അവരുടെ, ഹ അവളുടെ, ഹുമ അവർ രണ്ടുപേരുടെ, ഹിംനസ് അവരുടെ, ഫ മിന്റെ, കുമ നിങ്ങൾ രണ്ടുപേരുടെ, നിങ്ങളുടെ, കി മിന്റെ, കുമാഷ് സുമാവ അന്തരുടെ, പുന്ന ഇങ്ങളുടെ, യാ എന്റെ, നാ ലെങ്ങളുടെ. രണ്ടാമത്തെ ലമീർ മുസ്തത്തിറിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല. ക്രിയകളുമായി ബന്ധപ്പെട്ടായിരിക്കും അത് വരിക. ഉദാഹരണമായി ലൈബു അവൻ കളിച്ചു. ഈ ഒരു ക്രിയയിൽ ഹുവ അവൻ എന്ന ലമീർ ഒളിഞ്ഞു കിടപ്പുണ്ട്. വീഡിയോ ഇതുവരെ കണ്ടവർക്ക് നന്ദി. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.